യഥാർത്ഥ ഹിന്ദു? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞതുപോലെ ഭഗവാൻ ശിവന്റെ അഭയമുദ്ര ചിഹ്നമാക്കിയ കോൺഗ്രസ് ആണോ? അതോ ഭാരതത്തിലെ ഹിന്ദുവിന്റെ അട്ടിപ്പേറവകാശം തങ്ങൾക്കാണെന്ന് സ്ഥാപിച്ച് ഹിംസയെക്കുറിച്ച് ഉരുവിടുന്ന BJPയോ? ആരായിരിക്കും യഥാർത്ഥ ഹിന്ദു? But that idea is the Abhay Mudra, the symbol of the Congress party, which, as you can see, is also in this image. And the Prime Minister says Gandhi is dead. No, 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 Gandhi is not dead. Gandhi is alive. Here, Guru Nanak ji के ओर चलते हैं. सर कहाँ रखूं सर? सर कहाँ रखूं? यहाँ रखूं सर? जीसस क्राइस्ट की इमेज देखिए, उसमें भी आपको अभय मुद्रा दिखाई देगा. ऐसे कीजिए, अभय मुद्रा. विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. नरेंद्र मोदी जी पूरा हिंदू समाज नहीं है. बीजेपी पूरा हिंदू समाज नहीं है. RSS पूरा हिंदू समाज नहीं है. സ്പീക്കർ ഓം ബിർളയുടെ എതിർപ്പ് തൃണവത്ഗണിച്ചാണ് ഭഗവാൻ ശിവന്റെ, ഗുരുനാനാക്കിന്റെ, നബിയുടെ, ക്രിസ്തുവിന്റെ ഒക്കെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി രാഹുൽ പാർലമെന്റിലെ തന്റെ കന്നി പ്രസംഗം തുടങ്ങിയത്. എന്തിനാണ് സ്പീക്കർ ബിർളയ്ക്ക് കോൺഗ്രസ് ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടുമ്പോൾ ദേഷ്യം വരുന്നത്? കാരണം നിയമപ്രകാരം സഭയിൽ കാർഡുകളോ പ്ലക്കാർഡുകളോ ഒന്നും ഉയർത്താൻ പാടില്ലത്രേ. കഴുത്തിൽ പാമ്പിനെ ചുറ്റി ഭയത്തിനെതിരെ അഭയസ്ഥാനമൊരുക്കി തൃശൂലം ഇടത് തോളിന് പിന്നിൽ ഒളിപ്പിച്ച് അക്രമമല്ല അഹിംസയാണ് വേണ്ടതെന്ന് പറയുന്ന ശിവഭഗവാനെയാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത്. ശിവന്റെ ചിത്രത്തിലേക്ക് നോക്കിയാൽ അറിയാം ഹിന്ദുക്കൾക്ക് ഭയമോ വിദ്വേഷമോ പ്രചരിപ്പിക്കാനാവില്ലെന്നത്. പ്രതിപക്ഷവും അങ്ങനെ തന്നെയാണ്. ആരെയും ഭയക്കില്ല. സത്യവും ധൈര്യവുമാണ് അവരുടെ ആയുധം. പ്രതിരോധമാണ് ആവനാഴി. എന്നാൽ BJP മുഴുവൻ സമയവും വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്നാണ് രാഹുൽ പാർലമെന്റിൽ പറഞ്ഞത്. ശിവഭഗവാന്റെ ഇടത് തോളിൽ പിന്നിലായ ഒരു തൃശൂലമുണ്ട്. അതാരെയും ആക്രമിക്കാനല്ല. കാരണം അക്രമത്തിനാണ് തൃശൂലം ഉപയോഗിക്കുന്നതെങ്കിൽ അത് കയ്യിൽ പിടിക്കണം. എന്നാൽ അഹിംസയാണ് ശിവഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വലതു കൈകൊണ്ട് എടുത്തു പ്രയോഗിക്കാൻ കഴിയാത്ത വിധം തൃശൂലം ഇടത് തോളിൽ പിന്നിലായി വെച്ചിരിക്കുന്നത്. BJPക്കെതിരെ പ്രതിപക്ഷം ആയുധം പ്രയോഗിക്കാത്തത് ശിവഭഗവാന്റെ അഹിംസയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണെന്നാണ് രാഹുൽ പറഞ്ഞു വെച്ചത്. ശിവന്റെ അഭയമുദ്ര, അതാണ് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം. സത്യവും അഹിംസയും ഭയമില്ലായ്മയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും നാനാ സാഹിബിന്റെ ചിത്രത്തിലുമെല്ലാം ഇതേ അഭയമുദ്ര കാണാമെന്ന് രാഹുൽ സ്ഥാപിച്ചു. നമ്മൾ ബ്രിട്ടീഷുകാരോട് പോരാടിയപ്പോൾ ഇതേ അഭയമുദ്ര ഉപയോഗിച്ചിരുന്നു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ. ഇപ്പോഴിത് നമ്മൾ BJPക്കെതിരെ പോരാടാൻ ഉപയോഗിക്കണമെന്നും രാഹുൽ പറഞ്ഞു വെച്ചു. എന്നാൽ പരമാത്മാവിനോട് സംസാരിക്കുന്ന, ബയോളജിക്കൽ ജന്മമല്ലാത്ത രാഷ്ട്രപിതാവ് ഗാന്ധിയെ സിനിമയിലൂടെ മാത്രം അറിയുന്ന മോദിജി ഹിന്ദു ഹിന്ദു എന്ന് പറയുകയും ഹിംസ നടത്തുകയുമാണെന്ന് രാഹുൽ പോയിന്റ് ചെയ്തു. ഹിന്ദുക്കളെന്ന് നടിക്കുന്നവർ വെറുപ്പ് പ്രചരിപ്പിക്കുന്നുവെന്ന് ഭരണപക്ഷത്തെ നോക്കി രാഹുൽ തുറന്നടിച്ചു. ഇതോടെ ഭരണപക്ഷം ആക്രോശവുമായി എണീറ്റു. ഹിന്ദുക്കളെ അധിക്ഷേപിച്ചെന്ന് വ്യാഖ്യാനിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും രാഹുൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഭരണപക്ഷം ഒന്നായി എഴുന്നേറ്റ് ആക്രോശിക്കുമ്പോഴും ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം BJPക്കും മോദിക്കുമല്ലെന്ന് ആവർത്തിച്ച് അഭയമുദ്ര കാട്ടി രാഹുൽ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു. ഹിന്ദുവെന്ന് സ്വയം വിളിക്കുന്നവർ അക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്നു. നിങ്ങൾ യഥാർത്ഥ ഹിന്ദു അല്ല എന്ന് രാഹുൽ ആവർത്തിച്ചു. നരേന്ദ്രമോദിയും BJPയും RSSും അല്ല രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രതിനിധികൾ. അയോധ്യയിലെ സാധാരണ ജനങ്ങളോട് ചെയ്ത ദ്രോഹം മൂലമാണ് അവിടെ BJP തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. നരേന്ദ്രമോദിക്ക് അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. BJPയുടെ തോൽവി ശ്രീരാമന്റെ തന്നെ സന്ദേശമാണ്. താങ്കളുടെ ഓരോ നിലപാടും ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ നിർവചിക്കുമെന്നും സ്പീക്കറെയും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. അഗ്നിവീറുകളെ കൈകാര്യം ചെയ്യുന്നത് യൂസ് ആൻഡ് ത്രോ എന്ന തരത്തിലാണെന്നും രാഹുൽ വിമർശിച്ചു. ഇതൊക്കെ കേട്ട് ഭരണപക്ഷം വെറുതെ ഇരിക്കുമോ? അവർ അങ്ങനെ ഇരുന്നതേയില്ല. ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ് രാഹുലിന്റെ പരാമർശമെന്ന് മോദി ആരോപിച്ചു. ആദ്യമായാണ് മോദി സഭയിൽ ഒരാളുടെ പ്രസംഗത്തിൽ ഇടപെടുന്നത്. ഹിന്ദു സമൂഹമാകെ അക്രമാസക്തരാണെന്നാണ് രാഹുൽ പറഞ്ഞതെന്ന് മോദി വ്യാഖ്യാനിച്ചു. ഇത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും സ്പീക്കർക്ക് മുന്നിലെത്തി. ഇതിന് പിന്നാലെ രാഹുലിന്റെ ഹിന്ദു പരാമർശവും അഗ്നിവീർ പരാമർശവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കിയതും BJP RSS സംഘടനകളെ കുറിച്ചുള്ള പരാമർശങ്ങളും രേഖകളിൽ നിന്ന് നീക്കിയെങ്കിലും രാഹുലിന്റെ വാക്കുകൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. BJPക്കെതിരെ പ്രതിരോധം എന്ന മട്ടിൽ അത് എക്കാലവും അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.